सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഒരു തുള്ളി വെള്ളം കൊണ്ട് ദാഹം ശമിക്കില്ല. ഇനിയും സ്പീഡ് കൂട്ടേണ്ടി വരും. ഇങ്ങനെ സാവധാനത്തിൽ ചെയ്താൽ കാര്യം നടക്കില്ല. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഈ മാസ്റ്റർ മേളിൽ നിന്നെടുത്ത് താഴെയിടാൻ തോന്നുന്നു. എറിയാൻ പറ്റിയില്ല. കേട്ടോ പോ. മാസ്റ്റർ ചോദിച്ച ഒരു കാര്യം പറയോ? നിങ്ങളുടെ പേര് ക്രൈയിങ് മാസ്റ്റർ എന്നല്ലേ? ക്രൈയിങ് മാസ്റ്റർന്ന്. എന്നിട്ട് ഞാൻ ഇതുവരെ നിങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ലല്ലോ. ഉടനെ അറിയുന്നതായിരിക്കും. I am ചിങ്കം, ഇളനീർ കച്ചവടക്കാരൻ. പിടിച്ചോ, ഇളനീർ കുടിക്കൂ, ആരോഗ്യം വളർത്തൂ. പകുതിയോളം നിറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദിവസമല്ലേ, ഇത്രയൊക്കെ മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ വീണ്ടും കാണാം. മോട്ടുപത്ലു, എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഇന്ന് 5000 എണ്ണ സമ്പാദിച്ചിരിക്കുന്നത്. നോക്ക്, ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് കാശാണോ പ്രധാനം? ഞങ്ങളുടെ പണി തീർന്നിരിക്കുക ജഡ്കാ സാറേ. ഇപ്പഴാ മനസ്സിലായത് മാസ്റ്ററുടെ പേര് എന്തിനാ ക്രൈയിങ് മാസ്റ്റർ എന്ന് വെച്ചതെന്ന്. എനിക്ക് കഴിയില്ല, ഈ ട്രെയിനിങ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പത്ലു, ആത്മവിശ്വാസം കൈവിടരുത്, കൈവിടരുത്. ആത്മവിശ്വാസം കൈവിട്ട പിന്നെ നമ്മൾ എങ്ങനെയാ ഗുംഫു പ്രദർശനം ജയിക്കും? പറ. ആത്മവിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ശരീരത്തിൽ ജീവനുണ്ടെങ്കിലല്ലേ അതിനൊക്കെ കഴിയൂ. ആ മാസ്റ്റർ കാരണം എനിക്ക് എന്റെ മുട്ടുവേദന സഹിക്കാൻ പറ്റത്തില്ലേ. എന്റെ അമ്മോ മോട്ടു, നീ ഇത്രയും നേരം പത്ലൂണ് ധൈര്യം കൊടുത്തോണ്ടിരിക്കായിരുന്നല്ലോ. ഇപ്പൊ നിനക്കത് എന്താ പറ്റിയത്? എനിക്കും മേലാസകലം വേദനിക്കുന്നുണ്ട്. എനിക്കും പൊട്ടി പൊട്ടി കരയണമെന്നുണ്ട്. പക്ഷെ പത്ലുവിന്റെ മുമ്പിൽ വെച്ച് കരഞ്ഞ അവന്റെ ആത്മവിശ്വാസം പോകുന്നു കരുതിയിട്ടാ ഞാൻ കരയാത്തത്. കാരണം അവൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഇന്ന് മുതൽ ഞാൻ മോട്ടുവിന്റെ മുമ്പിൽ വെച്ച് കരയില്ല. ശരീരമാസകലം നല്ല വേദനയുണ്ട്. നാളെ രാവിലെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നാ തോന്നുന്നേ. യോ, എനിക്ക് വയ്യേ. ആ മാസ്റ്റർ ഇട്ടിങ്ങനെ കൊല്ലുന്നല്ലോ. മോട്ടു, ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. വാ, നമുക്ക് ഒന്നിച്ച് കരയാം, സമാധാനത്തിൽ കരയാം. ശരിയാ പറഞ്ഞത് പത്ലു. എന്റെ പത്ലു. ഒരു yen ഇളനീര് കുടിക്കാൻ വെറും ഒരു yen. അതെ, കുടിക്കൂ എല്ലാരും, നല്ല ഇളനീര് കുടിക്കൂ. കുടിക്കൂ ഇളനീര് കുടിക്കൂ, സന്തോഷിക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
Yeah. Oh. Yeah. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്ലാസ് നിറയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഗ്ലാസ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ താഴെ നിന്നും കൊണ്ടുവരാൻ ഇനിയും കാലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെങ്ങനെ പോവാനോ? തലകുത്തനെയോ? ഫോക്കസ് ആൻഡ് മെഡിറ്റേറ്റ്. കാൻഡിലിന്റെ ഫ്ലെയിമിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് മാത്രമേ കാണാൻ പാടുകയുള്ളൂ. ഫ്ലെയിം, 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 അത് മാത്രമേ നിങ്ങൾ കാണാൻ പാടുകയുള്ളൂ. എന്താണ് കാണുന്നത്? ഇങ്ങനെ കാൻഡിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ എപ്പോഴാ ഫൈറ്റ് ചെയ്യാ സാറേ? ഞാൻ കാൻഡിൽ തന്നെയാ നോക്കുന്നത് സാറേ. വെറും കാൻഡിലിന്റെ ഫ്ലെയിം. അത് നോക്കൂ. ആ പ്ലെയിനിന്റെ കളർ എന്താണ്? വൈറ്റ് കളറ്, അതായത് വെള്ള. കാൻഡിൽ ഫ്ലെയിം നോക്കാൻ പറഞ്ഞാൽ പ്ലെയിൻ എങ്ങനെ കണ്ടു? സോറി. സാരമില്ല, ഇപ്പോഴത്തേക്ക് മാപ്പാക്കിയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും നുണ പറയാൻ പാടില്ല. രണ്ടുപേരും കോണി വഴി താഴെ പോകൂ, പക്ഷെ കാലുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ഒരാളുടെ തെറ്റ് മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കും. അത് രണ്ടുപേരും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വേഗം ചെല്ല്, വേഗം ചെല്ല്. പത്ലു, എനിക്ക് മനസ്സിലാവുന്നില്ല മാസ്റ്റർ എങ്ങനെ എന്റെ മനസ്സിലുള്ള കാര്യം വായിച്ചെടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, അയാളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുമ്പോ അയാൾക്ക് എന്നോട് നല്ലൊരു അഭിപ്രായം ഉണ്ടാകാനാണ് സാധ്യത. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിൽ. ഗുഡ്, വെരി ഗുഡ്. എന്റെ മാസ്റ്റർ മഹാനാണ്, ശക്തിമാനാണ്, ജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ്. അനാവശ്യമായി എന്നെ പുകഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല. വീണ്ടും കേട്ടു അല്ലേ? സോറി. ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ വാങ്ങി കഴിക്കാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു കുറവുമില്ല. ഇവൻ മനസ്സിൽ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന് അറിയില്ല. പക്ഷികളെ പോലെ കഴിക്കാൻ പാടുള്ളൂ, പക്ഷെ ആനയെ പോലെ ജോലി ചെയ്യണം. വരൂ, നമുക്കിന്ന് എല്ലാവർക്കും ഹോട്ടലിൽ പോയി വയറ് നിറച്ച് ആഹാരം കഴിക്കണം. എന്തായാലും ഇന്ന് ലീവാണല്ലോ. ലീഡറോട് പോയി. Hey, stop!
എന്റെ അമ്മോ, ഇത് ഒരുപാട് കൂടിപ്പോയി. ഞങ്ങളൊക്കെ ഇവിടെ പട്ടിണിയായിട്ട് നിൽക്കുമ്പോ തനിക്ക് ഇത്രയും ആഹാരം കഴിക്കണമല്ലേ? ശരിയാ, ചിങ്കം സാറ് പറഞ്ഞത് വളരെ ശരിയാ. ഇത് ശരിക്കും കൂടിപ്പോയി. എന്റെ പൊന്നു ചങ്കുകളെ, അവരതിന് നമ്മളോട് പട്ടിണി എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം രുചി നോക്കണം, എന്നിട്ട് ഏത് ഭക്ഷണമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ആരും നമ്മളെ തടയാൻ വരില്ലെന്നും. സാമുറായോ അവരങ്ങനെ പറഞ്ഞെന്നോ? പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ അവര് പറഞ്ഞത് മനസ്സിലായത്. കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത്. അല്ല ജഡ്ക സാറേ, നിങ്ങൾക്ക് മാത്രം എങ്ങനെ വേറെ വിധത്തിൽ മനസ്സിലായത്? നോക്കൂ പത്ലു, ഇതെന്റെ ഗാഡ്ജറ്റ് ആണ്. ആരെങ്കിലും സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് മുഖേന കേൾക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ഇത് മുഖേന കേട്ട ദിവസവും നന്നായി ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചങ്കുകളെ. എന്റെ ചങ്കുകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നറിയാമോ? ഞാനിപ്പോ ഭക്ഷണം കഴിക്കാതെ അടി മേടിക്കാൻ പോവുകയാണെന്നാ. ഇതും പിടിച്ചോ. വേഗം വേഗം, വീണ്ടും വേഗം. സ്പീഡ് സ്പീഡ് സ്പീഡാണ് കാര്യം. ഇത്രയും പതുക്കെ ഓടാതെ വേഗമോട്. ഇനിയും വേഗത്തിൽ, വേഗം വേഗമോട്. അതിന്റെ പവേഴ്സ് കിട്ടണമെങ്കിൽ ഇനിയും വേഗത്തിൽ നീ ഓടിയേ മതിയാകൂ. നീ ഇത്ര ഒച്ചയെടുക്കണ്ട, അവർക്ക് കേക്കാം. ടൗമ എവിടെ പോയിരിക്കുകയായിരുന്നു? മോട്ടുപത്തിലും എവിടെയാണ്? എന്നിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? അറൂട്ടോ ആണെങ്കിൽ ഒന്നും വാ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അയാളുടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. നീ പറ, അല്ലെങ്കിൽ നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. മനസ്സിലായ? തനിക്കെന്താ കാര്യം? അവരെവിടെ ട്രെയിനിങ് എടുക്കാറുള്ളത്? തനിക്കെന്താ കാര്യം? നിങ്ങളോട് 1 മാസം കഴിഞ്ഞ് ഏറ്റുമുട്ടും. ടോമ, ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കരുത്. കൊണ്ടുപോയവനെ. കാണൂ, വന്നിട്ട് പഠിക്കൂ. എങ്ങനെയാണ് ഞങ്ങൾ ഈ കങ്ഫു മാസ്റ്റേഴ്സിന്റെ എല്ലാ ശക്തിയും ഞങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുന്നതെന്ന്. നിങ്ങൾ എല്ലാവരും ഈ കല പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്കൊരു വലിയ പട്ടാളം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ജപ്പാനെ, അത് കഴിഞ്ഞ് ഈ മുഴുവൻ ഉലകത്തിന്, അതായത് ഈ മുഴുവൻ ലോകത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കണം. അതെ, ആദ്യം ജപ്പാനെ നമ്മുടെ കൈക്കുള്ളിലാക്കണം. പിന്നെ ഓരോരോ നാടുകളായി ഈ ലോകം മുഴുവനും നമ്മുടെ കൈപ്പിടിയിലാക്കണം. എന്തിനായി അലക്കണേ? അവര് കേട്ടിരിക്കുന്നു. കം, ലെറ്റ്സ് സ്റ്റാർട്ട്. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക തന്ന് ഞങ്ങളെ ഇവിടെ ചതിച്ചു കൊണ്ടുവന്നിരിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ കൈ അഴിച്ചിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിട്. ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ താല്പര്യമില്ല. ഒരു മത്സരമില്ലാണ്ട് കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനീ വഴക്കും തല്ലും? ഞങ്ങൾ അഹിംസാവാദികളാണ്. അതെ അതെ, ധൈര്യമുണ്ട്, പക്ഷെ അതിപ്പോ ഇവിടെ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. വരൂ, ആരംഭിക്കാം. ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയായിരിക്കും ജോലി ചെയ്യുന്നു. ജോയിൻ മൈ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്. ചെല്ല്, എത്ര കുംഫു മാസ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരൂ. ഹരോട്ടയെ വിട്ടേക്ക്. ഇവന്റെ അടുത്തുള്ള ബാക്കി പവേഴ്സ് എല്ലാം മോട്ടുവിന്റെ അടുത്ത് ഉപയോഗപ്രദമാക്കാം. കൻസർ, ഗച്ചാക്ക്, അവരെ ക്രൈം മാസ്റ്ററിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുക. എന്ത്? ക്രൈയിങ് മാസ്റ്ററിന്റെ അടുത്തോ? ട്രെയിനിങ് എടുക്കട്ടെ എടുക്കട്ടെ, എന്നാലല്ലേ അവര് ഞങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് കാലിയാവുകയുള്ളൂ.
ആ ക്രൈയിങ് മാസ്റ്ററിന്റെ ട്രെയിനിങ് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ഓ, നമ്മുടെ എതിരാളികളെ ഒരിക്കലും നമ്മൾ തരം താഴ്ത്തി കാണരുത്, മനസ്സിലായോ? ഇനിയിപ്പോ അവര് ക്രൈം മാസ്റ്ററിന്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നമ്മളും കുറച്ച് ജാഗ്രതരായി ഇരിക്കുന്നത് നല്ലതാണ്. ക്രൈം മാസ്റ്റർ അയാളുടെ അടുത്ത് പോകുന്നേ, എന്താ അയാളുടെ അടുത്ത് പോകാൻ ധൈര്യമില്ലേ? പോകാം, പക്ഷെ ഇത്രയും പെട്ടെന്നല്ല. ഞങ്ങളുടെ ഉള്ളിൽ ലോകത്തിലെ എല്ലാ മാസ്റ്റേഴ്സിന്റെയും ശക്തി ആവാഹിച്ചതിന് ശേഷം ഞങ്ങൾ അയാളുടെ അടുത്തും പോയിരിക്കും. തൽക്കാലം അയാൾ മോട്ടു പത്ലുവിന് ട്രെയിനിങ് കൊടുക്കും. നോക്കാം നമുക്ക് എന്താണോ അയാൾ ഒരു മാസത്തിൽ പഠിപ്പിക്കുന്നതെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.